അല്ലാഹു കടത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് എത്ര വലിയ കടം വീഴാൻ ഈ ഒരു ആയത്ത് ഓതി കിടന്നാൽ മതി. എത്ര വലിയ കടമാണെങ്കിലും അത് തകർന്നടിയും ഇൻഷാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ ഒരു മഹത്വമേറിയ ആയത്താണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അള്ളാഹുവിന്റെ പേര് 18 തവണ ആവർത്തിച്ച് പറയുന്ന ഒരു ആയത്താണ് ഈ ആയത്ത്. ഒരു തവണ ഓതുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ അർശിന്റെ താഴെ ഈ ആയത്ത് ചെന്ന് നിൽക്കുന്നതാണ്. ഈ ആയത്ത് ഒരു തവണ ഓതുമ്പോൾ തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ഓതാം. ഒരു തവണ ഓതുമ്പോൾ തന്നെ ഈ ആയത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്ര മഹത്വമുള്ള ആയത്ത്. ഒരു പ്രാവശ്യം ഓതുമ്പോൾ തന്നെ ഈ ആയത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യപ്പെടുന്നതാണ്. ഇനി ഈ മഹത്തായ ആയത്ത് ഒരാൾ 100 തവണ ഓതിയാൽ അയാളെ വേദനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു മാറ്റി നൽകുന്നതാണ്. ഒരു 100 തവണ ഓതി നോക്ക്. നിങ്ങളെ മനസ്സലട്ടുന്ന വിഷയങ്ങളിൽ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. 100 തവണ ഓതിയാൽ ആ 100 പ്രാവശ്യം ഈ ആയത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കടമുള്ളവർ ഇഖ്ലാസോടെ, നല്ല ഇഖ്ലാസോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട്, പടച്ചവനെ എന്റെ കട നീ വീട്ടി തരണേ അല്ലാഹ്. പടച്ചവനെ ഞാൻ ഈ ഓതാൻ പോകുന്ന ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ എന്റെ കടം വീട്ടി തരണേ അല്ലാഹ്. ആരുടെയും മുന്നിൽ നീ എന്നെ നാണം കെടുത്തരുതേ അല്ലാഹ്. നിന്റെ മുന്നിലല്ലാതെ ആരുടെ മുന്നിലും തലകുനിക്കാനുള്ള അവസ്ഥ വരുത്തരുതേ അല്ലാഹ് എന്ന് മനസ്സിൽ കരുതിയിട്ട് നല്ല ഇഖ്ലാസോടെ 100 പ്രാവശ്യം ഈ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആരുടെ കടമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ കടങ്ങൾ അല്ലാഹു വീട്ടി തരുന്നതാണ്. അപ്പൊ നമ്മള് ഈ അമല് ചെയ്യുമ്പോൾ നല്ല ഇഖ്ലാസോടെ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ മക്കളില്ലാത്തവർ ആത്മാർത്ഥതയോടുകൂടി 100 പ്രാവശ്യം ഈ ആയത്ത് ഓതിയിട്ട് എനിക്ക് നീ ഒരു കുഞ്ഞിനെ നൽകണേ അല്ലാഹ്, എനിക്ക് നീ ഒരു കുഞ്ഞിനെ നൽകണേ അല്ലാഹ്. നല്ല ഇഖ്ലാസോടെ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകുന്നതാണ്. അപ്പൊ നമ്മുടെ ഹൃദയം അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട്, പടച്ചവനെ നീ അല്ലാതെ ആരും എന്നെ സഹായിക്കാനില്ല അല്ലാഹ്. നിന്റെ പരിശുദ്ധ ഖുർആൻ അത് മുന്നിൽ വെച്ചിട്ടാണ് റബ്ബേ ഞാൻ ഓതുന്നത്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതാരാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് പഠിപ്പിച്ചത്? ഒരു സഹാബി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ വിവാഹം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലേ എപ്പോഴും കാണാറുള്ള, അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും കാണാറുള്ള ഒരു സഹാബിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ ആ സഹാബി പറഞ്ഞു, പൊന്നാര നബിയെ എന്റെ കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്റെ കയ്യിൽ വിവാഹം കഴിക്കാൻ ഒന്നുമില്ല. അങ്ങനെ 3 ദിവസം ഈ സഹാബിയെ കണ്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചോദ്യം തന്നെ ചോദിച്ചു. അപ്പോഴെല്ലാം ആ സഹാബി ഇങ്ങനെ തന്നെയാണ് മറുപടി പറഞ്ഞത്, എന്റെ കയ്യിൽ ഒന്നുമില്ല യാ റസൂലല്ലാഹ്. നബിയെ വിവാഹം കഴിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ, എനിക്കൊരു ഭവനമില്ല യാ റസൂലല്ലാഹ്, എനിക്കൊരു വീടില്ല നബിയെ, സമ്പത്തില്ല നബിയെ, എന്റെ അവസ്ഥകളൊക്കെ വളരെ മോശമാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഈ ആയത്ത് നിന്റെ കയ്യിലില്ലേ? ഈ ആയത്ത് നമ്മൾ പറയാൻ പോകുന്ന ഈ ആയത്ത് നിന്റെ കയ്യിലില്ലേ? ഈ ആയത്ത് നിനക്ക് അറിഞ്ഞുകൂടെ? അപ്പോൾ ഈ സഹാബി പറഞ്ഞു, എനിക്കറിയാം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എങ്കിൽ ഈ ആയത്ത് നീ പാരായണം ചെയ്യണം, എങ്കിൽ ഈ ആയത്ത് നീ പാരായണം ചെയ്തു കൊള്ളുക, എന്നിട്ട് നീ വിവാഹം കഴിച്ചു കൊള്ളുക. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ ഏത് കടവും തീർന്നു കിട്ടാനും നമുക്ക് എന്തും നേടിയെടുക്കാനും ഏത് ആഗ്രഹമുണ്ടെങ്കിൽ അത് സബലീകരിക്കാനും ഓതാൻ പറ്റിയ നല്ലൊരു ആയത്താണ് ഇതെന്നാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സഹാബിക്ക് പറഞ്ഞു കൊടുത്തത് ഈ ആയത്ത് ഓതിക്കൊണ്ട് നീ ഇറങ്ങി തിരിക്കുക എന്ന വിജയം നൽകുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വീടില്ലാത്തവർ വീട് ലഭിക്കാനും നമുക്ക് എന്തിനും
ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാനും ഈ ആയത്ത് നിങ്ങൾ ഒരു 100 പ്രാവശ്യം ഓതിയിട്ട് ആത്മാർത്ഥതയോട് നിങ്ങളെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഓതി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു സാധിപ്പിച്ചിരുന്നതാണ്. ഈ ആയത്തിന് 100 തവണ ഓതിയാൽ കടങ്ങൾ വീടും. അതുപോലെ തന്നെ എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഈ ആയത്ത് ഓതാൻ നമ്മൾ മറക്കരുത്. 100 തവണ ഈ ആയത്ത് ഓതി അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ നമ്മുടെ എന്താവശ്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. അത് ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. നാം കേട്ടിട്ടില്ലേ, ഒരു സഹാബി കച്ചവടക്കാരനാണ്. രാത്രി വീട്ടിലേക്ക് മടങ്ങവേ ആ വീട്ടിലെത്താൻ കഴിയാതെ അദ്ദേഹത്തിന്റെ കച്ചവട ചരക്കുകളും പണവുമെല്ലാം കയ്യിൽ കരുതിയ അദ്ദേഹം വഴിയരികിൽ വിശ്രമിച്ചു. 3 ദിവസമാണ് അദ്ദേഹത്തെ കൊള്ളയടിക്കാൻ കൊള്ള സംഘം വല്ലാതെ പരിശ്രമിച്ചു. പക്ഷേ അദ്ദേഹം ഈ ആയത്ത് ഓതുന്നത് കൊണ്ടല്ലോ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തുകയാണ്. മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ, ഈ മനുഷ്യന് 3 ദിവസമായിട്ട് ഇദ്ദേഹത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് കൊള്ളക്കാർ പരിശ്രമിക്കുകയാണ്. ഈ മഹത്തായ ആയത്ത് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ആയത്തുൽ കുർസിയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. ഈ മഹത്തായ ആയത്ത് ആ വ്യാപാരിയായ മനുഷ്യൻ, ആ കച്ചവടക്കാരനായ മനുഷ്യൻ ഈ മഹത്തായ ആയത്ത് അദ്ദേഹം കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ആയത്ത് ഓതിയിട്ടാണ് അദ്ദേഹം കിടന്നുറങ്ങിയത്. ആ വ്യാപാരിയായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സമ്പത്ത് സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തെന്ന് പറഞ്ഞാൽ ആയത്തുൽ കുർസി ഓതിയിട്ട് അദ്ദേഹം കിടന്നുറങ്ങും. അങ്ങനെ അല്ലാഹുവിന്റെ കാവലുണ്ടാകും. അങ്ങനെ 3 ദിവസം ആ വസ്തുക്കൾ അദ്ദേഹത്തിന്റെ മുതൽ അടിക്കാൻ കൊള്ളക്കാർ നിശ്ചയിച്ചിട്ട് നടന്നില്ല. അവസാനം 3-ാം നാൾ അവർ വന്നിട്ട് ചോദിക്കുകയാണ്, സഹോദരാ, നിങ്ങളെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ച വിഷയം പറ്റിയില്ല, എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്റെ കയ്യിൽ മറ്റൊന്നുമില്ല, ഞാൻ ആയത്തുൽ കുർസി ഓതിയിട്ടാണ് ഉറങ്ങുന്നത്. അല്ലാഹുവിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് ഞാൻ കിടന്നുറങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതാണ് ആയത്തുൽ കുർസിയുടെ പവർ. ഈ മഹത്തായ ആയത്ത് നിങ്ങൾ ഓതി നോക്ക്. ഏതൊരു വിഷമം നിങ്ങൾക്കുണ്ടെങ്കിലും, കടമുണ്ടെങ്കിലും, ഭവനമില്ലെങ്കിലും, മക്കളില്ലെങ്കിലും, ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ നിങ്ങൾ പ്രയാസപ്പെടുന്നോ, ഒരു 100 പ്രാവശ്യം നിങ്ങൾ ഇത് ഓതിയിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ എല്ലാ മുറാദുകളും അല്ലാഹു ഹസനാക്കി തരുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലി വാലിദിനാ വലി മശായിഖിനാ വലി അസാതിദിനാ റബ്ബി റബ്ബുമാ കമാ റബ്ബൗനാ സഗാറ. അർഹമർ റഹീമിനായ അല്ലാഹു, ഈ പ്രപഞ്ചസിതാവായ പടച്ചവനെ, നിങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം സാലിഹായ വലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. എല്ലാവിധ ആപത്തും മുസീബത്തും ഇടങ്ങേറുകളും ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാവിധ ആപത്ത് മുസീബത്തിൽ കാവൽ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. കടമുള്ളവരുടെ കടങ്ങൾ വീട്ടണേ അല്ലാഹ്. മക്കളില്ലാത്തവരുടെ മക്കളെ നൽകണേ അല്ലാഹ്. വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്നവരുണ്ട് അല്ലാഹുവേ, അവർക്കെല്ലാം ഖൈർ നൽകണേ പടച്ചവനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹ്. അവിടെ ഞങ്ങളുടെ സകല മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. എല്ലാവിധ ബുദ്ധിമുട്ട് ആപത്ത് മുസീബത്തിൽ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ മക്കളുടെ വിദ്യാലയങ്ങൾ തുറക്കുകയാണ് പടച്ചവനെ. നീ വലിയ ഐശ്വര്യങ്ങൾ അവർക്ക് നൽകണേ അല്ലാഹ്. എല്ലാവിധ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളിൽ കാവൽ നൽകണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകണേ പടച്ചവനെ. ഖൈറുകൾ നൽകണേ അല്ലാഹുവേ. പഠിക്കാനുള്ള ഓർമ്മശക്തി ബുദ്ധിപൂർവ്വം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ. അവിടെ ഞങ്ങളുടെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആകാശത്ത് ഇറങ്ങുന്നത് ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم وبارك عليه.